ബൈക്കിലാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ നിൽക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അകത്തേക്ക് കയറ്റിവിടുക എന്നതാണ് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. വലിയ സുരക്ഷാ സന്നാഹം തന്നെ ഹാജരായിരിക്കുന്നു. കൊച്ചിയിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് വീണ എത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി CMRL എക്സാലോജിക് ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. രാഗിൻ എവിടെ നിന്നുണ്ട്? രാഗിൻ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഏറെ മണിക്കൂറുകൾ ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം. കൃത്യമായ ചോദ്യം ചെയ്യൽ, ഒരുപാട് ചോദ്യങ്ങൾ ഇഡിയുടെ കൈവശമുണ്ട്. അതിനൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ അവർ തേടുന്നു. രാഗിൻ, നിർണായക ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോവുകയാണ്. വീണ ടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ഹാജരായിരിക്കുന്നു. രണ്ടാമത്തെ സമൻസിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഹാജരായത്. അതായത് മുഹമ്മദ് റിയാസും ഒപ്പം ഉണ്ടായിരുന്നു, വീണയ്ക്കൊപ്പം. അതിനുശേഷം മുഹമ്മദ് റിയാസ് മടങ്ങുകയാണ്. എന്തായാലും വീണ ഹാജരായിരിക്കുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോവുകയാണ്. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ അന്ന് ഹാജരായിരുന്നില്ല. വെള്ളിയാഴ്ച ഹാജരായിരുന്നില്ല. തുടർന്നാണ് ബുധനാഴ്ച ഹാജരാകാൻ സമൻസ് കൊടുത്തത്. അല്പസമയം ഏതാനും 2 മിനിറ്റ് മുൻപ് വീണ കൊച്ചി ED ഓഫീസിൽ ഹാജരായി. മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത്. അതിനുശേഷം വീണ ED ഓഫീസിന് അകത്തേക്ക് പോവുകയും ചെയ്തു. മുഹമ്മദ് റിയാസ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോവുകയാണ്. വിശദമായിട്ടുള്ള ചോദ്യാവലി അടക്കം തയ്യാറായിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകാൻ പോകുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ള നടപടിയാണിത്. ആദ്യമായിട്ടാണ് ഈ കേസിൽ ED വീണയെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ആരോഗ്യ കാരണങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ ഇതിൽ നിന്ന് 2 ആഴ്ചത്തെ സാവകാശം തേടിയിരുന്നു. പക്ഷേ അത് അനുവദിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ വീണ കൊച്ചി ED ഓഫീസിൽ വന്നിരിക്കുന്നു. വിശദമായിട്ടുള്ള ചോദ്യാവലി അടക്കം തയ്യാറാക്കിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ED ഓഫീസിൽ പുരോഗമിക്കാൻ പോകുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ വീണയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം CMRലുമായി ബന്ധപ്പെട്ട ആളുകളെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നടക്കം കിട്ടിയ ഇൻഫർമേഷൻ ഉണ്ട്. മാത്രമല്ല വിശദമായിട്ടുള്ള ചോദ്യാവലി നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഈ പറയുന്ന പണം CMRൽ നിന്ന് എക്സാലോജിക്കിലേക്കും വീണയിലേക്കും പോയിട്ടുണ്ട്. വീണയ്ക്ക് മാസം 5 ലക്ഷവും എക്സാലോജിക്കിന് 3 ലക്ഷവുമായിരുന്നു പേയ്മെന്റ്. അങ്ങനെ 8 ലക്ഷം രൂപ മാസം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം ഏകദേശം 1 കോടിക്ക് അടുത്ത് രൂപ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 3 വർഷമാണ് ഇത്തരത്തിലുള്ള പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അത് ഈ ഒരു ഫ്രോഡുലന്റ് പേയ്മെന്റ് ആണ് എന്നതാണ് SFIയുടെ കണ്ടെത്തൽ. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ EDയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ കുറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ പോലെയുള്ള ഒരു റിപ്പോർട്ട് EDക്ക് മുന്നിൽ ഉണ്ട്. SFI റിപ്പോർട്ടാണ് അതിന് ആധാരം. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ കുറ്റകൃത്യം സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ EDക്ക് മുന്നിലുണ്ട്. ആ കുറ്റകൃത്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം, ആ പണം പോയ വഴി, മണി ട്രയൽ, അതാണ് ED അന്വേഷിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വീണ EDക്ക് മുന്നിൽ പറയേണ്ടതായിട്ട് വരും. അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുക. ഇതോടൊപ്പം തന്നെ മറ്റ് ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. അതായത് EICPL എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം, അത് CMRലുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ ലോൺ വീണയുടെ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട്. അത് ആദ്യം 25 ലക്ഷം രൂപ കൊടുത്തു. പക്ഷേ റീപേയ്മെന്റ്, തിരിച്ചടവ് ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും രണ്ടാമത് വീണ്ടും ലോൺ ഡിസ്പേഴ്സ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നീട് ഈ 2.78 കോടി രൂപയിൽ നിന്നാണ് അതിന്റെ തിരിച്ചടവുണ്ടായതായി ബോധ്യമാകുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിർണായക ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ED പോവുകയാണ്.